സൗന്ദര്യവർദ്ധക ചികിത്സകൾക്ക് വലിയ പ്രചാരമാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. അങ്ങനെ പ്രചാരം നേടിയ ഒരു ക്ലിനിക്കിൽ മൂക്കിൻ്റെ എല്ലിനുണ്ടായ വളവ് നേരെയാക്കാൻ ശസ്ത്രക്രിയ ചെയ്ത ഒരു യുവതിക്ക് നേരിടേണ്ടി വന്നത് വലിയ ദുരവസ്ഥയാണ്. 1 വർഷത്തോളമായി സർജറി കഴിഞ്ഞിട്ട്, പക്ഷേ ഇപ്പോഴും അണുബാധയുണ്ട്. മറ്റു 2 യുവതികൾ കൂടി സമാന പരാതിയുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്പ്യാർസ് ഫേസ് ക്ലിനിക് ഉടമ ഡോക്ടർ വരുൺ നമ്പ്യാർക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. സൗന്ദര്യ ചികിത്സകൾ തേടിപ്പോകുന്ന കാലമാണ് ഇത്. അതേപറ്റിയുള്ള അറിവുകൾ ലഭിക്കുന്നതാകട്ടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരത്തിലാകുന്ന ഒരാളുടെ ഐഡന്റിറ്റിയോ അയാളുടെ ക്വാളിഫിക്കേഷനോ എന്താണെന്ന് മനസ്സിലാവാതെ ആളുകൾ അതിൽ ചെന്ന് വീഴുകയും പിന്നീട് അതിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കാതെ വരികയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ആളുകൾ പലരും വ്യാജന്മാരാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് ഇരയായ ഒരു പെൺകുട്ടിയാണ് നമ്മളോടൊപ്പമുള്ളത്. നമ്പ്യാർസ് ക്ലിനിക്ക്, ഇവിടെ കൊച്ചിയിലെ ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ വരുൺ നമ്പ്യാറിന്റെ നമ്പ്യാർസ് ക്ലിനിക്ക്, അവിടെ മൂക്കിന്റെ പാലം വളഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് എത്തിയതാണ് ഈ പെൺകുട്ടി. പക്ഷേ കഴിഞ്ഞ 1 വർഷമായിട്ട് മുറിവ് കരിയുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചികിത്സകൾ ലഭിക്കുകയോ ഇൻഫെക്ഷൻ മാറുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. തുടർ ചികിത്സകൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പിന്തുണയോ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമസ്കാരം. അപ്പോൾ 1 വർഷമായി ഈ ചികിത്സ തുടങ്ങിയിട്ട്, ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് പറയുന്നത്? 6 മാസത്തോളം ഞാൻ ഈ ക്ലിനിക്കിന് മെസ്സേജ് അയച്ചു. എൻ്റെ ഓരോ എനിക്ക് ഇപ്പോൾ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും പെയിൻ ആണെങ്കിലും എല്ലാം ഞാൻ ഇവരെ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് നല്ല റിപ്ലൈ ഒന്നുമല്ല എനിക്ക് കിട്ടിയേക്കുന്നത്. ഇവർ അത് ശരിയാവും, അത് നോർമലാണ്, നിങ്ങൾ 1 മാസം വെയിറ്റ് ചെയ്യൂ, 2 മാസം വെയിറ്റ് ചെയ്യൂ, അങ്ങനെ ഇവരെന്നെ ഓൾമോസ്റ്റ് ഒരു 6 മാസത്തോളം ഇത് പറഞ്ഞു. ഞാനത് ഇവർ തന്ന ഒരു ഹോപ്പിൽ ഞാൻ നിന്നു. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന, വീണ്ടും വേദന കൂടി വന്നു. എനിക്ക് ചിരിക്കാനോ വാ തുറക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ നിലയിൽ വേറൊരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഇത്രയും പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, എൻ്റെ നെർവ്സൊക്കെ ബ്ലോക്കാണ്, മൂക്കിൻ്റെ പാല് ശരിയായിട്ടില്ല എന്നൊക്കെ ഉള്ളത് അവിടുത്തെ ഇതിലുള്ള ചികിത്സയിലാണ് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോഴും ഞാൻ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ്. എനിക്ക് ഓൾമോസ്റ്റ് 1.5 വർഷത്തോളം മെഡിസിൻ എടുത്താലേ എൻ്റെ നെർവ്സൊക്കെ നോർമൽ ആവത്തുള്ളൂ. പിന്നെ ഇനി വീണ്ടും എനിക്കൊരു സർജറി കൂടെ വേണം, പാലം നേരെയാക്കാൻ വേണ്ടി വീണ്ടും സർജറി വേണം, എന്നാലേ എനിക്ക് ശ്വാസം എടുക്കലൊക്കെ നോർമൽ ആവത്തുള്ളൂ. ഈ ഡോക്ടർ വരുൺ നമ്പ്യാറിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പം ഇങ്ങനെ ഒരു നമ്പ്യാർസ് ക്ലിനിക്ക് ഓപ്റ്റ് ചെയ്യേണ്ട ഈ സാഹചര്യം എന്താ? എനിക്കിങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നത്. അപ്പോൾ പുള്ളി ഇതുപോലത്തെ സർജറീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സെപ്റ്റോപ്ലാസ്റ്റി, റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള സർജറി. എനിക്ക് സെപ്റ്റോപ്ലാസ്റ്റി ആയിരുന്നു മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോകുന്നത്. പിന്നെ ഡോക്ടർ താല്പര്യപ്രകാരമാണ് അതിൽ റൈനോപ്ലാസ്റ്റിയും കൂടെ ഡോക്ടർ ആഡ് ചെയ്യുന്നത്. അപ്പം അത് അന്ന് സർജറിയുടെ അന്ന് രാവിലെ ഡോക്ടർ തീരുമാനിച്ചിട്ട് എൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു കീഹോൾ സർജറി ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അന്ന് മോർണിംഗിൽ ഡോക്ടർ പ്ലാൻ മാറ്റിയിട്ടാണ് എന്നെ ഓപ്പൺ സർജറി ചെയ്യുന്നത്. അതും ലോക്കൽ അനസ്തേഷ്യ തന്നിട്ട്, എന്നോട് ജനറൽ അനസ്തേഷ്യ തരുന്നതൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പുള്ളി കൊടുത്തേക്കുന്ന പരസ്യം എന്താണ് ശരിക്കും പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് ആർക്കും മനസ്സിലാവത്തില്ല. പല തരത്തിലുള്ള ചികിത്സകൾ പുള്ളി ചെയ്യുന്നുണ്ട്. സ്കിന്നാണെങ്കിലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ പുള്ളി ഒരു പ്ലാസ്റ്റിക് സർജൻ ആണ്, ഇതെല്ലാം ആ ഒരു ഇതിലാണ് പോയത്. തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞ പുള്ളി സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ രൂപത്തിലാണ് പുള്ളിയുടെ പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. 2015 മറ്റേ പാസ് ഔട്ട് ആയ ആളാണ് വരുൺ നമ്പ്യാർ എന്നാ പറയുന്നത്. അപ്പൊ ഈ റൈനോപ്ലാസ്റ്റിയുടെ ഒരു ആവശ്യം എന്തായിരുന്നു ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നത് എങ്ങനെയാണ്? പൊതുവെ ഈ സിലബസിൽ അതില്ല, റൈനോപ്ലാസ്റ്റി ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്കിപ്പം റൈനോപ്ലാസ്റ്റി വേണം എന്നൊരു സജഷൻ വന്നത്? പുള്ളി എനിക്ക് സർജറിയുടെ മുമ്പായിട്ട് ഇപ്പം എനിക്ക് കീഹോള് വേണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ പുള്ളി ഒരു എക്സ്റേയോ ഒരു എൻഡോസ്കോപ്പിയോ ഒരു തരത്തിലുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പുള്ളീനോട് ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പാലത്തിന് വളവാണ്, ശരിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിയാക്കാം. പുള്ളിയുടെ ഭാഗത്തുനിന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. ഈ അപ്പൊ പോലും ഒരു സംശയം തോന്നിയില്ലേ ഇതുമായിട്ട് മുന്നോട്ട് പോകാമോ എന്നുള്ളത്? ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വേണം, സ്കാൻ വേണം, അതല്ലെങ്കിൽ എക്സ്റേ വേണം, അതിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ അറിയണം. അങ്ങനത്തെ സാഹചര്യങ്ങളില്ലാതെ സാധാരണ ഒരു ആശുപത്രിയിൽ നമ്മൾ മറ്റെവിടെയെങ്കിലും അതിനുള്ള ചികിത്സകൾ ചെയ്താലും അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്താലും അവരത് ആദ്യം മുതൽ അവരുടേതായ കൺസേണിൽ അവരുടേതായ ഉത്തരവാദിത്വത്തിൽ ചെയ്യിക്കാറുണ്ടല്ലോ. സ്കാനായാലും എക്സ്റേ ആയാലും ഇതൊന്നും ചെയ്യിക്കാതിരുന്നപ്പോഴും തോന്നിയിട്ടില്ലേ ഇതെന്താണ് ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നതെന്ന് തോന്നിയിട്ടില്ലേ? പുള്ളിയോട് ഞാൻ ചോദിച്ചു,
സാർ എക്സ്റേ കാര്യങ്ങൾ എന്തെങ്കിലും എടുക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയും ഉണ്ടായിരുന്നുള്ളൂ ആൻസർ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴും നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ അവിടെ ഇല്ല. അത്രയും കൺവിൻസ് ചെയ്യും ഓരോ പേഷ്യൻറ്റിനെയും പുള്ളി. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പുറത്തിറങ്ങത്തില്ല. അത്രയും കൺവിൻസ് ചെയ്ത് അത് പുള്ളിയുടെ ശരിക്കും പറഞ്ഞാൽ ചികിത്സേൻ്റെ പുറമെ അതൊരു ബിസിനസ്സാണ് പുള്ളി നടത്തുന്നത്. അപ്പം അത്രയും അടിപൊളിയായിട്ട് പുള്ളിക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം. അതിലാണ് സർജറി കഴിഞ്ഞിട്ട് 6 മാസത്തോളം ഞാൻ അവിടെ സ്റ്റക്കായി പോയി. വേറെ ഒരു ട്രീറ്റ്മെന്റ് പോലീസിൽ പരാതി കൊടുത്തിരുന്നല്ലോ, അപ്പോൾ അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ നടപടി എന്തായിരുന്നു? ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കമ്മീഷണറിനെ പോയി കണ്ടു, നേരിട്ട് പോയി പരാതി കൊടുത്തു. സാർ അത് കടവന്ത്ര സ്റ്റേഷനിലോട്ട് പാസ് ചെയ്തു. അവിടുന്ന് അന്വേഷണത്തിൽ ഇത് ഡോക്ടർക്ക് ചെയ്യാം, ഇതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവർ തള്ളിക്കളയാണ് ചെയ്തത്. വേറെ ഒന്നിനെ കുറിച്ചിട്ടും അന്വേഷിച്ചില്ല എന്നാണ് എനിക്ക് കിട്ടിയൊരു അറിവ്. കാരണം ഞാൻ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് പോലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ ആ ഡോക്ടർ പോലും മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇവരത് തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ DGPക്കും പിന്നെയും കമ്മീഷണറുടെ അടുത്ത് പോയിട്ടും ഒക്കെ ഒരുപാട് പരാതികൾ, വനിതാ കമ്മീഷനിലും DMOയ്ക്കും ഒരുപാട് പരാതികൾ ഞാൻ കൊടുത്തു. ഞാൻ ഈ ഒരു 6 മാസമായിട്ട് ഞാൻ ഇതിന്റെ പിന്നാലെയാണ്. പിന്നെയാണ് ഞാൻ ഒരു അഡ്വക്കേറ്റിനെ വെച്ച് ഞാൻ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. അതിലാണ് ഇപ്പം FIR ഇട്ടിരിക്കുന്നത്. നേരത്തെയും ഇത്തരം കംപ്ലൈന്റ് പരാതികൾ ഉള്ളതായിട്ട് വല്ലതും അറിവുണ്ടോ? ഉണ്ട്. പുള്ളിക്കെതിരെ 1 വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഒരു കേസ് ഉണ്ട്. ഇപ്പം ഹൈക്കോടതിയിലുള്ളതാണത്. ഹൈക്കോടതിയിൽ നിന്നൊക്കെയാണ് പുള്ളി ജാമ്യം എടുത്തെന്ന് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ എൻ്റെ ന്യൂസ് ഇപ്പം പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സംഭവിച്ചതും ഈ പുള്ളി പോയിട്ട് അത് സെറ്റിൽ ചെയ്തേക്കുന്നതും ട്രീറ്റ്മെന്റ് ക്യാഷ് തിരിച്ചു കൊടുത്തിട്ട് സെറ്റിൽ ചെയ്തേക്കുന്നതും അങ്ങനെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അവിടെ ചെയ്യുന്നത് ഈ പുള്ളി മാക്സിലോഫേഷ്യൽ സർജൻ ആണെങ്കിലും നോർമൽ ഡെന്റിസ്റ്റുകളാണ് അവിടുത്തെ സ്റ്റിച്ച് പോലും ഇടുന്നത്. ഇതാണ് അവരുടെ പരാതി. എന്തായാലും സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്ക്, കോസ്മെറ്റോളജി ചികിത്സയ്ക്ക് പോയി ഇത്തരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിടുന്ന അനുഭവങ്ങൾ മുമ്പ് സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.